ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വലിയ സന്തോഷം പറയാനാണ് വന്നേക്കണേ. ഇത് ഈ വീഡിയോ കണ്ട ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കിക്കോട്ടാ. ഇത് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണ്. ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സാൻഡ്വിച്ച് എന്ന് പറയണോ, ഇനി വേറെ എന്തെങ്കിലും പേര് പറയണോ, ഒന്ന് നമ്മുടെ കൂട്ടുകാരൊന്ന് പറയണേ. പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോഴേ ഓരോ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിടും ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ നമുക്കിങ്ങനെ പിടിച്ച് ആ സ്റ്റാൻഡില്ലേ, വീഡിയോ ഒക്കെ എടുക്കാനുള്ള സ്റ്റാൻഡ് ഒന്നും ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ എൻ്റെ എന്താ വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ കണ്ടോ ഒന്ന് ഇതാവണില്ലേ, എന്താ ഒരു ഷെയ്ക്കൊക്കെ വന്നിട്ട് ഒന്ന് കൃത്യമായിട്ട് പക്ഷേ അതുണ്ടെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ എന്നിട്ട് മയനൈസൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞാനിത് ക്യാരറ്റ് അരിഞ്ഞു, ക്യാപ്സിക്കം അരിഞ്ഞു, പിന്നെന്താ അതിലാവശ്യമുള്ള സവാള അരിഞ്ഞ് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഇതിട്ടു. അത് കഴിഞ്ഞ് അങ്ങനെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടെ എനിക്കൊന്ന് ഇതൊന്ന് ചെയ്തു തരുമെന്ന് ചോദിച്ചു. എന്താ വെച്ചാൽ ഇങ്ങനെ ഇടുന്നതൊക്കെ കാണുമ്പോഴല്ലേ ഇങ്ങനെ ഫുഡ് കുക്കിംഗ് വീഡിയോയിലൊക്കെ ഒന്നുകൂടി ഭംഗി വരണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു രന്തേട്ടൻ ചെയ്തു തരാം. അപ്പോൾ രന്തേട്ടൻ മൂളിയിട്ട് അങ്ങോട്ട് പോയി. അപ്പം അങ്ങനെയൊന്നും ചെയ്യണം. അപ്പം എന്താണ് ചെയ്യുമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്കപ്പം എന്താണോ മൂളിയിട്ട് പോയെന്നുള്ള ഉള്ളിൽ മനസ്സിലൊക്കെ വിചാരിക്കുന്നു. അങ്ങനെ വിചാരിച്ചിരുന്നിട്ട് പെട്ടെന്ന് തന്നെ രന്തേട്ടൻ ഈ സർപ്രൈസ് അങ്ങോട്ട് എനിക്ക് തന്നു. എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റിയ സന്തോഷമായിരുന്നു. എന്താ ഞാൻ അത് നമ്മളിപ്പോൾ ഓരോ കഷ്ണങ്ങൾ അരിയുമ്പോഴും അത് വാങ്ങാൻ എനിക്ക് പൈസ ഇല്ലാണ്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് വാങ്ങി അത് ഉപയോഗിക്കുമോ നമ്മൾ, അല്ലെങ്കിൽ അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുമോ, എങ്ങനെ അങ്ങനെ ശരിക്കും നമ്മൾക്ക് അത്ര കണ്ട് ഓരോ സാധനം ഉപയോഗിക്കുമ്പോൾ ഞാൻ അത്ര കണ്ട് മാക്സിമം ഉപയോഗിക്കില്ലേ, ആ കൂട്ടത്തിൽ പെട്ടതാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ, ഞാനത് അതിൻ്റെ വിലയില്ലാണ്ടാക്കാണ്ട് അത്ര കണ്ട് യൂസ് ചെയ്യണമല്ലോ. അങ്ങനെ വിചാരിച്ച് എനിക്ക് ആ സംഭവം കിട്ടി. അതിൻ്റേതായ ഒരു വ്യത്യാസം പിന്നീടുള്ള വീഡിയോയിൽ ഓരോ ഭാഗത്തുണ്ട് കേട്ടോ. അത് എൻ്റെ മുഖത്ത് അത്ര കണ്ട് സന്തോഷവും ഇത് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ, അത്ര കണ്ട് സന്തോഷമുണ്ട് കേട്ടോ അത് ചെയ്യുമ്പോൾ ഓരോന്നും. അങ്ങനെ ഞാൻ ഇതിൻ്റെ മിക്സ് റെഡിയാക്കിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇത്തിരി സോസ് ഒഴിച്ചു. സോസ് അപ്പോൾ ഒഴിച്ചപ്പോൾ ചേട്ടൻ ചോദിച്ചു എന്തിനാ സോസ് ഒഴിച്ചു, സോസ് ഒഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന്. പക്ഷേ സോസും കൂടി ഞാൻ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. മയണൈസ് വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയ പാലും ഈ നമ്മുടെ സൺഫ്ലവർ ഓയിലും വെച്ചാണ് ഉണ്ടാക്കിയത്. നെയ്യ് വെക്കേണ്ട. അപ്പോൾ ഒക്കെ ചെയ്യുമ്പോഴും ഇപ്പോൾ വച്ചേക്കടത്ത് ഇപ്പോൾ നമുക്ക് പറയുമ്പോൾ സ്റ്റാൻഡിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ തെറ്റുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ തെറ്റുകളെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ ആസ്വദിക്കണം. അതായത് നമുക്ക് കൊതിച്ച് കിട്ടില്ലേ, അത്ര കണ്ട് സന്തോഷമായിരുന്നു കേട്ടോ എനിക്കത്. എന്നിട്ട് ഞാൻ ചെയ്യുമ്പോൾ തെറ്റുകളുണ്ട്. അത് ആദ്യമായിട്ട് കിട്ടിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും അതിൻ്റെ ഇടയ്ക്ക് നിലത്ത് വീഴുന്നുണ്ട് ഫോൺ. പക്ഷെ അതിനനുസരിച്ച് ഞാൻ ചെയ്ത് ഒന്ന് പഠിക്കാനുണ്ട് ഇതിൽ ചെയ്യാനുള്ളത്. എന്താ വെച്ചാൽ ഓൺ ദ സ്പോട്ട് നമുക്ക് പ്രതീക്ഷിക്കണില്ല ചേട്ടനിത് വാങ്ങിത്തരാം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ ചേട്ടനോട് ഇത് വാങ്ങിത്തരണം എന്ന് പറഞ്ഞാൽ ചേട്ടൻ വാങ്ങി തരാണ്ടൊന്നും ഇരിക്കില്ല. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ വാങ്ങിത്തരാം, എനിക്ക് അത് വേണം ഇത് വേണമെന്നൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ പറയാറില്ല. എന്താ വെച്ചാൽ ഇത് നമ്മൾ എത്ര യൂസ് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. പക്ഷേ എനിക്ക് അതായത് വീഡിയോ എടുക്കുമ്പോഴും എന്നോട് പറയുന്നത് നീ നല്ല കണ്ടൻറ് ഇടുന്നത്, മോൾക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാമല്ലോ, അത്യാവശ്യം ഇത്തിരി പടം വരയ്ക്കും, പെയിൻറ്റിങ് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യേ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ ഇടാണ്ട് ചിലവരുടെ വീഡിയോ ഉണ്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇങ്ങനെയൊക്കെ പറയും. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണത് കണ്ടിട്ട് അതിന് വാല്യൂ കണ്ടിട്ടാണോ അല്ലെങ്കിൽ അതിലും മേലെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നൊന്നും അറിയില്ല, എനിക്ക് ചേട്ടനത് വാങ്ങി തന്നു. അത് എനിക്ക് വാങ്ങാൻ പറ്റാൻ എന്താ വെച്ചാൽ ഞാൻ വാങ്ങില്ല എന്നറിയാം ചേട്ടൻ എങ്ങനെ പോയാലും. പക്ഷെ അത് അറിഞ്ഞ് എനിക്ക് വേണ്ടി ഈ ചെറിയ സമയത്ത് തന്നെ എനിക്ക് വാങ്ങി തന്നതിൽ വളരെ സന്തോഷം. നമുക്ക് അതിന് ഒരു വില ഇടാൻ പറ്റില്ല, അത്ര കണ്ട് സന്തോഷം. എനിക്ക് തുള്ളിച്ചാടാനുള്ള സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ചെയ്യുമ്പോൾ. ഓരോന്ന് ചെയ്യുമ്പോഴെനിക്ക് ഞാൻ ശരിക്കും ആസ്വദിക്കാറുണ്ട് കേട്ടോ അത്. എന്താ വെച്ചാൽ ഞാൻ അത്ര കണ്ട് ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അത് ഓരോന്ന് ചെയ്യും നമ്മൾ. പക്ഷേ ഇതുണ്ടെങ്കിൽ എന്നാൽ വാങ്ങാൻ പറ്റണ്ടല്ലോ, വാങ്ങണേനൊരു പ്രശ്നമില്ല. പക്ഷെ നമുക്കങ്ങനെ അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ് മാറ്റി വയ്ക്കില്ലേ, അങ്ങനെയുള്ള അത് ചേട്ടൻ എന്തൊക്കെ ഇതിന് വേണ്ടതെന്നൊന്നും അറിഞ്ഞിട്ടല്ല. പക്ഷെ ചേട്ടനിങ്ങനെ എങ്ങനെയോ എനിക്ക് അതായത് എനിക്ക് ആപ്റ്റായിട്ട് എന്താ വേണ്ടതെന്ന് വിചാരിച്ച് വാങ്ങി തന്നു. അത്ര കണ്ട് സന്തോഷം ഉണ്ടാണെന്ന് തൊട്ട് ഇത് വീഡിയോ എടുക്കുമ്പോൾ. എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും, അറിയണവർ. എന്താ വെച്ചാൽ അത്ര കണ്ട് സന്തോഷമായിരുന്നു എനിക്കത് കിട്ടിയപ്പോൾ.
അങ്ങനെ ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്രെഡ് സാൻഡ്വിച്ച് ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. അതിൻ്റെ ആ കിട്ടിയ ഉപയോഗിക്കാൻ പറ്റുന്ന ആ പ്രൊഡക്റ്റിൻ്റെ അത്ര കണ്ട് ഉപയോഗിച്ചുള്ള ഓരോ വീഡിയോ ആണ് എടുത്ത് വെച്ചേക്കണേ. ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാനിങ്ങനെ നോക്കിയിട്ടാണ് ചെയ്യണത്, എങ്ങനെയായിരിക്കും വീഴണേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര കണ്ട് സന്തോഷമില്ല എനിക്ക്. എന്താ വെച്ചാൽ എന്ത് ചെയ്യുമ്പോഴും രന്തേട്ടൻ കുറ്റമല്ല, അത് നല്ലതാണ് പറയണത്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യാം. എന്താ വെച്ചാൽ ഞാൻ ചെയ്യണത് ഒരു വാല്യൂ വേണമല്ലോ നമ്മൾ എന്ത് സാധനം ചെയ്യുമ്പോഴും വീഡിയോ ഇടുമ്പോഴും. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ടൈം പാസ് പോലെ ചെയ്യരുത്. അവർ ചെയ്യുമ്പോൾ എന്തെങ്കിലും കണ്ടൻറ്റ് സമയം എടുത്തോ എങ്ങനെ വേണമെങ്കിലും ചെയ്തോ അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ഓരോ ചെയ്യുമ്പോഴും ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ കഷ്ടപ്പെടണ പോലെ, അതായത് സമയമില്ലാണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിന് ശരിക്കൊരു വാല്യൂ ചേട്ടൻ കണ്ടു, രന്തേട്ടൻ കണ്ടു. അതാണ് എനിക്ക് സമ്മാനമായിട്ട് തന്നത്. സമ്മാനം എന്നല്ല, അത് അത്ര കണ്ട് വില മതിക്കാനാവാത്ത സമ്മാനം. അതിൻ്റെ ഒരു ദിവസം ഞാൻ റിവ്യൂ പോലെ അതിൻ്റെ വീഡിയോ ഇടാട്ടോ. അത് ഞാനൊരു ഡിസൈനിങ്, എൻ്റെ ഡ്രസ്സുകൾ ഓഫീസിലേക്കുള്ള ഡ്രസ്സുകളുണ്ട്, അതിൽ രണ്ടെണ്ണം പ്ലെയിനാണ്. അപ്പോൾ അത് ഞാൻ വീഡിയോ ആയിട്ടിട്ട് അത് ഇത് ചെയ്യാട്ടോ, പ്രൊമോട്ടല്ല, അത് കാണിച്ചുകൊണ്ട് അത് ഒന്ന് ചെയ്യാട്ടോ. പിന്നെന്താ പറയുക, പിന്നെ ഞാൻ പറയട്ടെ, ഇത് ഇപ്പോൾ വീഡിയോ ഇടണം, ഈ അടുത്ത് തന്നെ ഇടണമെന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ ഇടണമെന്നുണ്ടായിരുന്നു. ഇതെത്ര ഒരു മാസത്തിലേറെ അവിടെ ഈ വീഡിയോ അപ്ലോഡ്, അതായത് വീഡിയോ പിടിച്ചു വെച്ചിട്ട് അതിന് ഇത് ചെയ്യാനുള്ള ഒരു ഞായറാഴ്ച കിട്ടുമ്പോഴാണ് എന്തെങ്കിലും വോയിസൊക്കെ ഇടണം. ഇങ്ങനെ ഇടയ്ക്കാണ് ഫോൺ അങ്ങോട്ട് നിലത്ത് വീണ് ഫോൺ അപ്പാടെ നിന്നു. ഒരാളോടും കോണ്ടാക്ട് ചെയ്യാൻ പറ്റണില്ല. എന്നിട്ട് യൂട്യൂബ് എടുക്കാൻ പറ്റണില്ല. യൂട്യൂബ് ചേട്ടൻ്റെ എടുക്കുകയാണെങ്കിലും ചേട്ടൻ്റെ ഫോണിലുണ്ടെങ്കിലും ആളും കൂടി ഉണ്ടാവണം. ആളുടെ വർക്കിനെ ബാധിക്കാണ്ടുള്ള സമയത്ത് നമുക്ക് കിട്ടണമല്ലോ ഫോൺ. അപ്പോൾ ഒരു ദിവസം വേഗം ഒരാളുടെ ലൈവിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു, നീതു തന്നെ കുട്ടിയുടെ ലൈവിൽ കയറിയിട്ടുണ്ട്, എൻ്റെ ഫോൺ പൊട്ടി. പിന്നെ എന്താ വെച്ചാൽ ആരെയും സംസാരിക്കാൻ വാട്സപ്പ് ഒന്നുമില്ലല്ലോ, ആരുടെയും നമ്പർ നമ്മളിൽ പേഴ്സണലായിട്ട് സൂക്ഷിക്കണില്ല, എല്ലാവരുടെയും നമ്പർ പോയി. അപ്പോൾ ഞാൻ എന്താ വെച്ചത് ഫോൺ കൊടുത്തിട്ട് അവർ പറഞ്ഞു സർവീസിങ്ങിന് കൊടുത്തപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. അതുവരെ നമ്മൾ ശരിക്കും ബ്ലാങ്കായി, ആരുമായിട്ട് ഒരു കോണ്ടാക്ട്സ് ഇല്ല. എന്താണ് ഇപ്പോൾ വൈറ്റ് സ്റ്റുഡിയോയിലായാലും എത്രയാണ് അതിൻ്റെ വ്യൂസ് എങ്ങനെ പോണേ, ഓരോ വീഡിയോ ഇപ്പോൾ 1-2 വ്യൂ ആണെങ്കിലും നമുക്കതെങ്ങനെ പോണേന്ന് അറിയാണ്ട് ഭയങ്കര ശരിക്കും ടെൻഷൻ. അതുകൊണ്ടാണ്ട് നമുക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റണില്ല. ചേട്ടൻ്റെ ഫോണിലാണെങ്കിൽ നമുക്ക് കയ്യിൽ കിട്ടണില്ല, ജസ്റ്റ് നോക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അത് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ടൈം വേണമല്ലോ. അങ്ങനെ കാത്തിരുന്നുണ്ട് ഇപ്പം ഞാനിത് വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഗസ് ചെയ്യണം എന്താ സംഭവം എന്ന്.